Good morning, everyone. Good morning, ma'am. Good morning. Good morning. Okay. Start ചെയ്യാം നമുക്ക്. Okay, let's start today's class with prayer. Morning. Start ചെയ്തോളൂ കേട്ടോ. ടൈം കളയണ്ട. സ്റ്റാർട്ട് ചെയ്യും പെട്ടെന്ന്. ഞാൻ prayer. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We'll walk hand in hand. We'll walk hand in hand. We'll walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome someday. We shall overcome someday. Thank you, ma'am. Okay, Jyoti. Then, Tadasiri. ഞാൻ പറയാം മാം. Good morning, ma'am. Good morning, my dear friends. Thought of the day. The path from dreams to success does exist. You only need the vision to find it, the courage to get on to it, and the perseverance to follow it. Quote by Kalpana Chawla. Thank you, ma'am. Okay, so how are you all? Fine, ma'am. How are you? Yeah, I'm well. Okay, start ചെയ്യാം നമുക്ക്. ഭയങ്കര സൈലന്റ് ആണോ ക്ലാസ്? ഓക്കെ, അപ്പൊ കോൺഗേർഡ് ആയിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോണ്ടിരുന്ന കോൺഗേർഡ് ആയിരുന്നു. എന്താണ് ഡൗട്ട് ഉണ്ടോ കോൺഗേർഡില്? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത അത്രയും റൂൾസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കൂ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ. ഡൗട്ട് ഉണ്ടോ? എന്താണെന്നും മിണ്ടാത്തേ? ഡൗട്ട് ഒന്നുമില്ല? ക്ലിയർ ആണ്? ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യും. ഷോർട്ടായിട്ട് പറഞ്ഞു പോകും. സ്റ്റുഡൻസ് വളരെ കുറവാണല്ലോ ക്ലാസ്സില്. ഇങ്ങനെയാണോ? ഇന്ന് ഹോളിഡേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും മാം. ഓക്കെ, സോ കോൺഗേർഡ് എന്ന് പറയുന്നത് നമ്മുടെ വേർബിന്റെയും സബ്ജക്റ്റും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണെന്ന് പറയും. അതായത് വേർബും സബ്ജക്റ്റും ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. കാരണം സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വെർബ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത്. നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചിട്ടില്ലേ? സബ്ജക്റ്റും വെർബും തമ്മിലുള്ള കണക്ഷൻ ആണ് ഇതിൽ മെയിൻ അല്ലെ? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. അതേപോലെ തന്നെയാണ് കോൺഗേർഡിലും വരുന്നത് കേട്ടോ. സബ്ജക്റ്റും വെർബും തമ്മിലൊരു എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ വെർബ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് പ്രൊനൗൺ ഇപ്പം സെയിം എന്താണ് നമ്മള് സിമ്പിൾ പ്രസന്റിൽ പഠിച്ചപ്പോൾ തന്നെയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റൂള്. ഐ ടേക്ക് മാംഗോസ്. ഐ ടേക്ക്, ഐ സബ്ജക്റ്റ് ആണ്, ടേക്ക് വെർബ് ആണ്. ഐ പ്ലൂറൽ ആയതുകൊണ്ട് ടേക്ക് എന്താണ് പ്ലൂറൽ തന്നെയാണ്. ഹി ലൈക്സ് ടീ. ഹി സിംഗുലർ സബ്ജക്റ്റ് ആണ്. ലൈക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് സിംഗുലർ സബ്ജക്ട് വന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ലൈക്കിനെ സിംഗുലറൈസ് ചെയ്തിട്ട് ലൈക്സ് ആക്കി. സോ ഹി ലൈക്സ് ടീ. അപ്പൊ ഫസ്റ്റ് റൂൾ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ? യെസ്. ദ സെക്കൻഡ് റൂൾ, ഐ എം എ ലോയർ. ഇപ്പോ നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസിൽ പഠിച്ചു, ഓക്സിലറീസിനെ കുറിച്ച് പഠിച്ചു അല്ലെ? എന്താണ് ഐയുടെ കൂടെ ആം യൂസ് ചെയ്യുന്നു. ഹി, ഷീ, എവരിബഡി ആണെങ്കിൽ ഈസ് ആണ്.
ആൻഡ് യു വി ദേ ആണ് വരുന്നതെങ്കിൽ ആറാണ്. സോ അത് തന്നെയാണ് ഇവിടെ കേട്ടോ. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്സിലറി വരാം. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ആം ഈസ് ആറ് വരും. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ആൻഡ് വെയർ വരും. ഓക്കെ, ക്ലിയർ? ഇതാണ് റൂൾ നമ്പർ 2. ആം എ ലോയർ, ഐയുടെ കൂടെ ആം യൂസ് ചെയ്തു. ഷീ ഈസ് എ ലോയർ, ഷീയുടെ കൂടെ ഈസ് യൂസ് ചെയ്തു. വി ആർ എ ലോയർ, വിയുടെ കൂടെ ആർ യൂസ് ചെയ്തു. ഡോഗ്സ് പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ ആറ് വന്നു, ആറ് ഓക്സിലറി വന്നു. ദെൻ ഇറ്റ് വാസ്, ഇറ്റിന്റെ കൂടെ വാസ് ആണ് യൂസ് ചെയ്യുക, അത് പാസ്റ്റ് ടെൻസിൽ. ഓക്കെ, ആൻഡ് ദേ വെയർ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വെയർ ആണ് യൂസ് ചെയ്യുക, പ്ലൂറൽസിന്റെ കൂടെ വെയർ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ റൂൾ നമ്പർ 2 ക്ലിയർ ആയോ? ഓക്സിലറീസ് ആണ് മെയിൻ ആയിട്ട് വരാൻ. യെസ്, ക്ലിയർ. ദെൻ റൂൾ നമ്പർ 3. റൂൾ നമ്പർ 3 എന്ന് പറയുമ്പോൾ നമ്മള് ആൻഡ് ഇട്ട് പറയുമല്ലോ അല്ലെ, നമ്മുടെ രണ്ടുപേര്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേര് പോവാണ്. യാ മോർണിംഗ് ജോലി. ഓക്കെ, അപ്പോ ശരത് ആൻഡ് സനീദ് ആർ മൈ ഫ്രണ്ട്സ്. രണ്ടുപേരാണ് അല്ലെ, ശരത്തും സനീദും എന്റെ ഫ്രണ്ട്സ് ആണ് എന്നാ പറയുന്നത്. സോ ശരത്തും സനീദ് എന്ന് പറയുമ്പോഴും അത് രണ്ടുപേരായി, പ്ലൂറലായി. സോ നമ്മൾ അവിടെ എന്ത് ഓക്സിലറി യൂസ് ചെയ്തു? ആറ് യൂസ് ചെയ്തു. ഓക്കെ, മൈ വൈഫ് ആൻഡ് ഹർ ബ്രദർ. മൈ വൈഫ് വേറെയാണ്, അവളുടെ അനിയൻ അല്ലെ, അത് രണ്ടുപേരാണ്. സോ അതെന്താണ്? പ്ലൂറലാണ്. അപ്പൊ യൂസ് ചെയ്ത വെർബ് എന്താണ്? ഈവ് ആണ്, പ്ലൂറലാണ്. അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓക്സിലറി ആണെങ്കിലും വെർബ് ആണെങ്കിലും ആഡ് ചെയ്യാൻ. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഓക്സിലറി പ്ലൂറലായിരിക്കണം, വെർബും പ്ലൂറലായിരിക്കണം. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഓക്സിലറി സിംഗുലർ ആയിരിക്കണം, വെർബും സിംഗുലർ ആയിരിക്കണം. ക്ലിയർ? ഇതാണ് നമ്മുടെ റൂൾ നമ്പർ 3. റൂൾ നമ്പർ 3 ഫസ്റ്റ് റൂള് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് റൂൾ നമ്പർ 3 തന്നെ നമ്മൾ പറഞ്ഞു ബ്രാൻഡി ആൻഡ് സോഡ, ബ്രെഡ് ആൻഡ് ബട്ടർ. രണ്ട് നൗൺ ആണ് യൂസ് ചെയ്യുന്നെങ്കിലും നമുക്ക് കിട്ടുന്ന ഐഡിയ, കൺസെപ്റ്റ് ഒന്നാണെങ്കിൽ അതെന്താണ്? സിംഗുലർ ആണ്. മനസ്സിലായോ? ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ രണ്ട് നൗൺ ആണ് യൂസ് ചെയ്യുക, രണ്ട് തിങ്സ് ആണ്. ബ്രെഡ് വേറെ, ബട്ടർ വേറെ, രണ്ടാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഐഡിയ ഒന്നല്ലേ, ബ്രെഡ് ആൻഡ് ബട്ടർ. സോ അങ്ങനെ ഐഡിയ ഒന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് സിംഗുലർ ആയിട്ട് കാണാം. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ടേസ്റ്റി ഫുഡ്. കണ്ടോ, ഈസ് ആണ് യൂസ് ചെയ്തത്. അല്ലാതെ ബ്രെഡും ബട്ടറും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആറ് യൂസ് ചെയ്യാൻ പാടില്ല. ഐഡിയ ഒന്നായത് കൊണ്ട് അത് സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ? അതുപോലെ തന്നെയാണ് ബ്രാൻഡി ആൻഡ് സോഡ. അത് രണ്ടും രണ്ടാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഐഡിയ ഒന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, ബ്ലാക്കും വൈറ്റും വേറെയാണെങ്കിലും കിട്ടുന്ന ഐഡിയ ഒന്നായത് കൊണ്ട് അത് സിംഗുലർ ആണ്. അങ്ങനെ രണ്ട് നൗണുകൾ കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഒന്നാണെങ്കിൽ സിംഗിൾ ഐഡിയ ആണെങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ക്ലിയർ? Yes, ma'am. അതുപോലെ തന്നെ റൂൾ നമ്പർ 3 തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ 1 ഫോട്ടോയാണ്, ഒരു ഐഡിയ ആണ് കിട്ടുന്നത്. The secretary and treasurer of the committee is inspecting the documents next Monday. സെക്രട്ടറിയും ട്രഷറും രണ്ടും രണ്ട് പൊസിഷൻ ആണെങ്കിലും ഇത് രണ്ടും ഒരാളായി കൂടെ അല്ലെ. ഇതെങ്ങനെയാണ് ഇത് രണ്ടും ഒരാളാണ് നമ്മൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അറിയോ? അതായത് ഇവിടെ നമ്മള് ദ ട്രഷർ, അവിടെ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്, ദ ട്രഷർ അല്ല, ദ സെക്രട്ടറി ഒരു ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്തത്. ആൻഡ് ട്രഷർ അവിടെ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലെ, ഒരു ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്തതെങ്കിൽ അവിടെ പറയുന്നത് ഒരാളെ കുറിച്ചായിരിക്കും. ഇവിടെ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, ദ ട്രഷർ, ദ സെക്രട്ടറി ആൻഡ് ട്രഷർ എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് ഒരാളാണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇനിയിപ്പോ അത് ആർട്ടിക്കിളിന്റെ കാര്യമൊക്കെ. ഇനി ഓണർഷിപ്പ് ആണെങ്കിലോ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, അവിടെയും മൈ എന്ന് പറയുന്ന ഓണർഷിപ്പ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരെണ്ണമാണ്, മൈ അങ്കിളും ഗാർഡിയനും. അപ്പോ ഈ രണ്ടുപേരും ഒരാളാണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോ പറയാണ് മൈ അങ്കിൾ ആൻഡ് മൈ ഫാദർ എന്നാണ് പറഞ്ഞെങ്കിൽ രണ്ടും രണ്ടുപേരായത് കൊണ്ട് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ, കിട്ടുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കുറച്ചൊരു കൺഫ്യൂഷൻ ആയത്, എല്ലാവർക്കും കൺഫ്യൂഷൻ ആയത് ഇതാണ്.
ഇനിയിപ്പോ ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ രണ്ട് ആർട്ടിക്കിൾ വെച്ച് പറയുകയാണെങ്കിൽ ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ്. ആർട്ടിക്കിളിന്റെ കാര്യം അറിയാലോ, ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ്. സോ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് രണ്ട് സബ്ജക്റ്റായി മാറി. അപ്പോ എന്തായി? പ്ലൂറലായി. ഇനി ഒരു ആർട്ടിക്കിൾ വെച്ചാണ് പറയുന്നെങ്കിൽ അത് സിംഗുലർ ആണ്. ഇനി ഓണർഷിപ്പ് ആണെങ്കിലും മൈ വെച്ചാണെങ്കിലും ഒരു മൈ വെച്ചാണ് പറയുന്നതെങ്കിൽ അത് സിംഗുലറും, രണ്ട് മൈ വെച്ച് പറയുന്നുണ്ടെങ്കിൽ പ്ലൂറൽ. ഓക്കെ. ഇനിയിപ്പോ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, അവിടെയും എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ എന്തായത്? സിംഗിൾ ഐഡന്റിറ്റി ആണ്, സിംഗിൾ സബ്ജക്റ്റ് ആണ്. സോ അത് സിംഗുലർ ആയി മാറി. ഇനി എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തു. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ഫോട്ടോ എന്നാണെങ്കിൽ അത് രണ്ട് ഫോട്ടോ ആയി മാറി. രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്തു, രണ്ട് ഫോട്ടോ ആയി മാറി, അത് പ്ലൂറൽ ആയിട്ട് മാറി. ഓക്കെ, കിട്ടി. അങ്ങനെ സിംഗുലർ ആകുമ്പോ സിംഗുലർ വെർബ് അല്ലെങ്കിൽ സിംഗുലർ ഓക്സിലറി യൂസ് ചെയ്യാം. പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് അല്ലെങ്കിൽ പ്ലൂറൽ ഓക്സിലറി യൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഇവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണെന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓക്സിലറി ഏത് ആഡ് ചെയ്യണമെന്നും വെർബ് ഏത് ആഡ് ചെയ്യണമെന്നും അറിയാം. ഓക്കെ, ഇതാണ് തേർഡ് റൂൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം. ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവും കേട്ടോ. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ക്യാറ്റ് ആർ സീൻ. രണ്ട് ക്യാറ്റ്സ് ആണ്, ഒരു ബ്ലാക്കും ഒരു വൈറ്റ് ക്യാറ്റും ആണ്. അപ്പൊ ആറാണ് പറയുന്നത്. 2 ക്യാറ്റ്സ് വന്നത് പ്ലൂറലാണ്. സോ യൂസ് ദ ഓക്സിലറി പ്ലൂറൽ. ഓക്കെ, ആൻഡ് ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ കേട്ടോ, രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് അത് എന്തായി? 2 people ആയി. സോ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് മാറി. ആൻഡ് മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ, അവിടെ രണ്ട് ഓണർഷിപ്പ് യൂസ് ചെയ്തു. മൈ രണ്ട് ഓണർഷിപ്പ് ആണ് യൂസ് ചെയ്തത്. സോ അവിടെ 2 people ആണ് വന്നത്. സോ യൂസ് ദ verb or modal verb plural. Okay, have ആണ് അവിടെ യൂസ് ചെയ്തത്. കാരണം have യൂസ് ചെയ്യാൻ കാരണം എന്താണ്? സബ്ജക്റ്റ് പ്ലൂറൽ ആയി. ഓക്കെ, ക്ലിയർ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ടെക്സ്റ്റ് വായിച്ചു നോക്കാം. എന്റെ ക്ലാസ്സും കണ്ടു, കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാൻ നോക്കാം. എന്താണോ മനസ്സിലായതെന്ന് വെച്ചാൽ അത് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഇപ്പൊ പിന്നെ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഇതാണ് റൂൾ നമ്പർ 3 എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതായത് പറയില്ല. ഓക്കെ, ഇതിപ്പോ കഴിഞ്ഞ ക്ലാസ്സിനെ പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യില്ല കേട്ടോ. യെസ്, ഓക്കെ. Then when two nouns are joined by or, either or, neither nor എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ, അതായത് ഓർ വെച്ച് നമ്മൾ പറയാറുണ്ട്. സുനിത ഓർ ഹർ സിസ്റ്റർ, അങ്ങനെ ഓർ വെച്ച് പറഞ്ഞു. ഇനി നൈദർ ഓർ വെച്ച് പറയാം. either your father or your mother, അപ്പൊ either or ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയും പറയാം. ഇനി neither the teacher nor the students, അങ്ങനെയും പറയും. അതായത് or, either or, neither nor, ഈ 3 കീവേഡ്സ് ഏതെങ്കിലും ഒരു കീവേഡ് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെയാണ്. സെക്കൻഡ് സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയതിനു ശേഷമാണ് നമ്മൾ എന്താ പ്ലൂറൽ ഓക്സിലറിയോ സിംഗുലർ ഓക്സിലറിയോ അല്ലെങ്കിൽ പ്ലൂറൽ വെർബോ സിംഗുലർ ഓക്സിലറി ആണോ വേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. സുനിത ഓർ ഹർ സിസ്റ്റേഴ്സ് ക്ലീൻ ദ റൂം. മുകളിൽ നോക്കി, സുനിത ഓർ ഹർ സിസ്റ്റർ ക്ലീൻസ് ദ റൂം. രണ്ടും രണ്ടാണ്. ഒരെണ്ണം നമ്മൾ ക്ലീൻസ് യൂസ് ചെയ്തു, ഒരെണ്ണം ക്ലീൻ യൂസ് ചെയ്തു. എന്തുകൊണ്ടാണ്? റീസൺ? ആദ്യത്തത് സിംഗുലർ, രണ്ടാമത്തത് പ്ലൂറൽ. ഒന്നുകൂടെ പറയോ എങ്ങനെ? ടെക്സ്റ്റില് റൂൾ നമ്പർ 4 ഫസ്റ്റ് രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് എക്സാമ്പിളിന്റെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് പറയാവോ? രണ്ടാമത്തെ സബ്ജക്ട് സിംഗുലറും സബ്ജക്ട് ഹെർ സിസ്റ്റേഴ്സ് ആണ്. ഒന്നിന് സിംഗുലർ, രണ്ടാമത്തെ പ്ലൂറലും ആണ്. ഒന്നാമത്തതില് ക്ലീൻസും രണ്ടാമത്തതില് ക്ലീനും. സെക്കൻഡ് സബ്ജക്ട് സിസ്റ്റർ ക്ലീൻസ് ദ റൂം. സിസ്റ്റർ വന്നപ്പോ ക്ലീൻസ് വന്നു, സിസ്റ്റേഴ്സ് വന്നപ്പോ ക്ലീൻ. ഫസ്റ്റ്
നമ്മൾ യൂസ് ചെയ്ത വെർബ് സിംഗുലർ ആണ്. സോ ദെൻ വി യൂസ് ദ വെർബ് ക്ലീൻസ്. ആൻഡ് സെക്കൻഡ് എക്സാമ്പിളില് സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മള് വെർബ് പ്ലൂറൽ ആണ് യൂസ് ചെയ്തത്, ക്ലീൻ എന്നാണ് യൂസ് ചെയ്തത്. അപ്പോ ഈ ഫോർത്ത് റൂളില് നമ്മൾ നോക്കേണ്ടത് ഏത് സബ്ജക്റ്റിനെയാണ്? സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കേണ്ടത്. സെക്കൻഡ് സബ്ജക്ട്. ഓക്കെ, അപ്പൊ ഓർ, ഇതിവിടെ ഓർ ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ വന്നിരിക്കുന്നത് ഓർ ആണ് അല്ലെ, സുനിത ഓർ ഹെർ സിസ്റ്റർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓർ വെച്ച് വന്നാലും നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെയാണ്. ഇനി ഇതില് ഫോർത്ത് വൺ നോക്കിയേ. Either your father or your mother has to attend the meeting. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് either or ആണ് അല്ലെ, either or ആണ്. എന്നാലും നമ്മൾ നോക്കേണ്ടത് ഏത് സബ്ജക്റ്റ് ആണ്? സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. സോ യുവർ മദർ എന്ന് പറയുന്നതും സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഹാസ് യൂസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് neither. Neither the teacher nor the students have arrived. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് neither nor ആണ്. എന്നാലും നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. സോ ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് the students എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ have യൂസ് ചെയ്തു. ഓക്കെ, റൂൾ നമ്പർ 4 ക്ലിയർ ആണോ? ക്ലിയർ? Yes, ma'am. Yes. Okay, then നോട്ട്ബുക്കിൽ എഴുതുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് എഴുതിയതാണ്. എഴുതുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, ഞാൻ കുറച്ച് സ്ലോവിൽ പറയും. Then റൂൾ നമ്പർ 5. നമ്മൾ റൂൾ നമ്പർ 5 വരെയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. റൂൾ നമ്പർ 5 വരെയാണോ? അല്ലല്ല, 10 വരെ പറഞ്ഞു. അപ്പൊ ഇന്നും 10 വരെ തന്നെ പോകുള്ളൂ, അപ്പൊ ക്ലാസ് കഴിയും. ഓക്കെ, റൂൾ നമ്പർ 5. റൂൾ നമ്പർ 5ല് my brother as well as my sister. നമ്മള് as well as, rather than, with, along with, together. ഓക്കെ, ഇത്രയും കീവേഡ്സ് സെന്റൻസിൽ എവിടെയെങ്കിലും കണ്ടാല് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ്. ഓക്കെ, പക്ഷെ ഈ റൂൾ നമ്പർ 5 ക്വസ്റ്റ്യൻ ആസ് വെൽ ആസ് ആയിട്ട് മാത്രമേ വരാറുള്ളൂ കേട്ടോ, rather than എന്ന് ചോദിക്കാറില്ല. പക്ഷെ പഠിക്കണം rather than, as well as, with, along with ഒക്കെ വരുമ്പോ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ്. ഓക്കെ, ക്ലിയർ? നമ്മൾ ഓർ neither or പഠിച്ച പോലെ ആ റൂൾ നമ്പർ 4 നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് നോക്കിയതെങ്കിൽ നമ്മൾ റൂൾ നമ്പർ 5 നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ്. ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് അല്ലെങ്കിൽ ഓക്സിലറി സിംഗുലർ ആയിരിക്കണം. ഫസ്റ്റ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറീസും വേർബും പ്ലൂറൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. My brothers as well as my sister have written the exam. My brothers എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇവിടെ have വന്നത്. ഓക്കെ, ക്ലിയർ? റൂൾ നമ്പർ 5 സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് മോർ ദാൻ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ വൺ ഗേൾ അല്ലെങ്കിൽ മോർ ദാൻ വൺ ബോയ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് സിംഗുലർ ആണ്. എല്ലാ അപ്പൊ മോർ ദാൻ ഒരുപാടില് ഒരെണ്ണം എന്താ പറയുന്നത്, ആ ഒരെണ്ണമാണ് ഇപ്പൊ സിംഗുലർ ആണല്ലോ. അപ്പൊ മോർ ദാൻ വൺ എന്ന് കണ്ടാൽ സിംഗുലർ ആയിരിക്കും. ഇത്രയും പഠിക്കാം, സിമ്പിൾ ആണ്, അത്രയേ ഉള്ളൂ ഇതിൽ പറയാനായിട്ട്. അപ്പൊ മോർ ദാൻ വൺ ഗേൾ ഹാസ് അറൈവ്ഡ് സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ ഹാസ് യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? റൂൾ നമ്പർ 6 ക്ലിയർ ആണോ? Rule number 7. Many a student has passed. Many a എന്ന് വന്നു കഴിഞ്ഞാല് സിംഗുലർ ആണ്. ഓക്കെ, മെനി എ ഒരുപാടില് ഒരെണ്ണം, അപ്പോഴത് മെനി എ സിംഗുലർ ആണ്. മെനി ആണെങ്കിൽ, മെനി മാത്രമാണ് വരുന്നതെങ്കിൽ പ്ലൂറൽ ആണ്. മെനി എ ആണെങ്കിൽ സിംഗുലറും മെനി ആണെങ്കിൽ പ്ലൂറലും. മെനി എ സ്റ്റുഡന്റ് ഹാസ് പാസ്ഡ് എന്ന് പറയും. മെനി പാസ് അല്ല പാസ്ഡ് ആണ് കേട്ടോ. ഇനി മെനി ആണെങ്കിൽ മെനി സ്റ്റുഡൻസ് ഹാവ് ഫെയിൽഡ്. അപ്പൊ മെനി എ ഇതാണ് റൂൾ നമ്പർ 7 ആണോ ഇപ്പൊ പറയുന്നത്? 7 ആണ്. റൂൾ നമ്പർ 7 മെനി എ എന്നാണെങ്കിൽ സിംഗുലറും മെനി ആണെങ്കിൽ പ്ലൂറൽ ആണ്. അതായത് മെനി എ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്ട് നോക്കാം. മെനി എ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്ട് എപ്പോഴും സിംഗുലർ ആയിരിക്കും.
പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്താണ്? സിംഗുലർ ആയിരിക്കണം. അതുപോലെ മെനി ആണെങ്കിൽ മെനി കഴിഞ്ഞിട്ട് വരുന്നത് സബ്ജക്ട് എപ്പോഴും പ്ലൂറലായിരിക്കും. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറിയും വെർബും പ്ലൂറലായിരിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? റൂൾ നമ്പർ 7. നെക്സ്റ്റ് 8. എ ഇവിടെ ഉണ്ട് കേട്ടോ. എ ഉണ്ട്. ആ എയുടെ കൂടെ നമ്മൾ എ ഗുഡ്, ലാർജ്, ഗ്രേറ്റ്, സ്മോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. അതിന്റെ നമ്പർ ഓഫ് എന്ന് പറയാം. അതായത് എ ഗുഡ് നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ, അതായത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലൂറൽ ആണ്. എ ഗ്രേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. കണ്ടോ, എ ഗ്രേറ്റ് നമ്പർ ഓഫ് എന്ന് പറയുന്ന കീവേഡിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്ത സബ്ജക്ട് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത ഓക്സിലറി എന്താണ്? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഈ എക്സാമിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എ ഗ്രേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡാഷ് willing to continue here. എന്നിട്ട് ഡാഷിന്റെ അവിടെ ഫിൽ ചെയ്യാനാണ്. അപ്പൊ ഓപ്ഷൻസ് ഉണ്ടാകും. ഈസ്, വാസ്, ഹാസ്, ആർ. ഇതിൽ ഏത് ഓപ്ഷൻ ആഡ് ചെയ്യും? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. ഇനി വേറെ ഇതിലും വരാം. എ ഗ്രേറ്റ് നമ്പർ ഓഫ് ഡാഷ് ആർ വില്ലിംഗ് ടു കണ്ടിന്യൂ ഹിയർ. ഓപ്ഷൻസ് നോക്കാം. സ്റ്റുഡന്റ്, പ്ലെയർ, സ്റ്റുഡൻസ്, ഗേൾ. എന്താണ് നിങ്ങൾ ഇത് ആഡ് ചെയ്യും? സ്റ്റുഡൻസ്. ഇവിടെ പ്ലൂറലാണ്, പ്ലൂറൽ സബ്ജക്ട് ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഓപ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോ എ ഗ്രേറ്റ് നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്ട് ആണ് വരുന്നത് പറഞ്ഞു. ഇനി എ എവിടെ, എയുടെ സ്ഥാനത്ത് ആർട്ടിക്കിൾ ദ ആണ് വരുന്നതെങ്കിൽ സിംഗുലർ ആയിരിക്കും കേട്ടോ. ദ നമ്പർ ഓഫ് എന്നാണെങ്കിൽ വരുന്നത് എന്താണ്? സിംഗുലർ ആയിരിക്കും. ഓക്കെ, അതൊന്നും പഠിക്കണ്ട. അതിൽ എ ഗ്രേറ്റ് നമ്പർ ഓഫ് എന്ന് മാത്രം പഠിക്കാം. അപ്പോ റൂൾ നമ്പർ 8 ക്ലിയർ? Rule number 9. One of, each of, every one of, either of, neither of. ഇത്രയും കീവേഡ്സ് ഏതെങ്കിലും വരുമ്പോ നമുക്ക് അതിന്റെ കൂടെ വരുന്നത് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും. ഒരു സ്ട്രക്ചർ ആയിട്ട് പഠിക്കും. One of, each of, every one of, either of, neither of, plus plural subject takes a singular noun. Singular noun അല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ സിംഗുലർ noun ആണ്. ഇപ്പൊ one of the teachers, ടീച്ചേഴ്സിൽ ഒരാൾ എന്ന് പറയുമ്പോൾ സിംഗുലർ അല്ലേ? അപ്പൊ യൂസ് ചെയ്ത സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലും കീവേഡിൽ ഏതെങ്കിലും ഒരുമിച്ച് കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ഓക്സിലറിയും വെർബും സിംഗുലർ ആയിരിക്കണം. വൺ ഓഫ് ദ ടീച്ചേഴ്സ്, ഈച്ച് ഓഫ് ദ ടീച്ചേഴ്സ്, എവറി വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിൽ ഒരാളാണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് അല്ലെങ്കിൽ ഓക്സിലറി സിംഗുലർ ആയിരിക്കണം. ക്ലിയർ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. ഡൗട്ട് ആയോ? ഇനി 90 തന്നെ സെക്കൻഡ് റൂൾ നോക്കിയേ. ഈച്ച്, ഇവിടെ ഓഫ് ഇല്ല. ഓക്കെ, ഓഫ് ഇല്ലാതെയാണ്. ഈച്ച്, എവറി, ഐദർ, നൈദർ എന്നൊക്കെ വെക്കുകയാണെങ്കിൽ അവിടെ ഈച്ച് ഗേൾ വർക്ക്സ്. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഈച്ച്, എവറി, ഐദർ ഒക്കെ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കണം. ഓക്കെ, വൺ ഓഫ്, ഈച്ച് ഓഫ് ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സബ്ജക്ട് പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കണം. അപ്പൊ ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കേണ്ടത് അല്ലേ? ഈച്ച് ഓഫ് ടീച്ചേഴ്സ് എന്ന് കാണുമ്പോൾ ടീച്ചേഴ്സ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് വരേണ്ട ഓക്സിലറിയും വെർബും പ്ലൂറൽ ആകണം. അങ്ങനെയാണോ? അല്ലല്ലോ, അല്ല. അങ്ങനെയല്ല. അങ്ങനെയല്ല. അപ്പൊ ഇവിടെ സബ്ജക്റ്റിനാണ് നോക്കേണ്ടത്, അല്ല. ഓക്കെ, ആ ഒരു കീവേഡ് വന്നത് കൊണ്ട് ആ സബ്ജക്ട് സിംഗുലർ ആയി പോയി. വൺ ഓഫ് ദ ടീച്ചേഴ്സ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ടീച്ചേഴ്സ് ആണ് കൂടുതലായിട്ട് തോന്നും. പക്ഷേ ഫ്രണ്ടിൽ ഒരു കീവേഡ് ഉണ്ട്, വൺ ഓഫ്. വൺ ഓഫ് എന്ന് പറയുന്ന കീവേഡ് വന്നത് കൊണ്ട് ഈ ടീച്ചേഴ്സ് ഒരാളായിട്ട് മാറി, അത് സിംഗുലർ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ സെക്കൻഡ് റൂൾ എന്താണ്? ഈച്ച് ഗേൾ. ഈച്ച് ഗേൾ എന്ന് പറയുമ്പോഴും ഓരോ ഗേൾ എന്നാ പറയുന്നത്
അല്ലെ? അപ്പൊ ഈച്ചിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്തത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ എന്താണ് വരേണ്ട ഓക്സിലറിയും വെർബും സിംഗുലർ ആണ്. ഓക്കെ, പറഞ്ഞു പഠിക്കുക കേട്ടോ. കേട്ടിരുന്നൊന്നും മനസ്സിലാകില്ല, നിങ്ങളായിട്ട് തന്നെ പറയണം. നിങ്ങളായിട്ട് തന്നെ പറഞ്ഞു പഠിക്കുക. ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യൂ. എല്ലാ റൂൾസും നിങ്ങൾ തന്നെ പറഞ്ഞു പഠിക്കൂ, പഠിപ്പിക്കുകയും ചെയ്യൂ. എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. കേട്ടിരുന്നാൽ മൊത്തത്തിൽ കിളി പോകും. ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം ഞാനാണ് കേൾക്കുന്നെങ്കിൽ എന്റെ കിളിയും പോകും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോ. മൊത്തത്തിൽ എന്തൊക്കെയോ പറയും മനസ്സിരുന്ന്, കുറെയൊക്കെ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. ആ ഒരവസ്ഥയാണ് നിങ്ങൾക്ക്. 24 റൂൾ നിങ്ങളെങ്കിലും പഠിക്കുമോ ഇപ്പൊ? മിസ്സേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ വന്ന ഈച്ച് ഉണ്ടല്ലോ, ഈച്ച്, എവറി, ഐദർ, നൈദർ, ഇത് ഇത്രയും വന്നാലും സിംഗുലർ തന്നെ, അങ്ങനെ സെയിം അങ്ങനെയാണോ? ഈച്ച്, എവറി, ഐദർ ഒക്കെ വന്നാലും നമ്മൾ യൂസ് ചെയ്യേണ്ട സബ്ജക്ട് സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കണം. ഈച്ച് ഗേൾസ് എന്ന് പറയാൻ പാടില്ല. ഈച്ച് ഗേൾ, ഓരോ പെൺകുട്ടിയും എന്നാ പറയാ നമ്മള്. ഓരോ പെൺകുട്ടികളും എന്ന് പറയാറില്ല മലയാളത്തില്, അല്ലെ? അപ്പൊ ഈച്ച് ഗേൾ, അപ്പൊ യൂസ് ചെയ്യേണ്ട സബ്ജക്ട് സിംഗുലർ ആണ്. അതുകൊണ്ട് അവിടെ നമുക്കറിയാം അത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട വെർബാണെങ്കിലും ഓക്സിലറി ആണെങ്കിലും നമുക്ക് സിംഗുലർ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പഠിക്കും. ഓരോന്ന് ആലോചിച്ച് തലപോലെയാണ് കേട്ടോ. കുറെയൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും. റൂൾ നമ്പർ 9. ഓക്കെ, ഇനി എക്സാമിന് 24 റൂളിയൊന്നും എക്സാമിന് വരില്ല. ഓക്കെ, ഞാൻ വന്ന് പറയണം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്, ഞാൻ വന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ ഈ പറയുന്ന കോൺഗേർഡ്, ഫ്രേസൽ വേർബ്, അതൊക്കെ വലിയ ടെൻഷൻ ആയിട്ട് നിങ്ങൾക്ക്. ഫ്രേസൽ വേർബ് തന്നെ 64 ഫ്രേസൽ വേർബ് നമ്മൾ പഠിക്കുന്നുണ്ട്, 64. ഈ 64 നിങ്ങൾ പഠിക്കുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അതുകൊണ്ട് എക്സാമിന് ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഒന്ന് പറയാം. എന്തായാലും പക്ഷെ ഇതൊക്കെ പഠിക്കേണ്ടതാണ്, വായിച്ച് പഠിക്കാം. Then 9 കഴിഞ്ഞു. റിട്ടേൺ, നൺ ഓഫ് ദ മണി. നൺ ഓഫ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറലായിരിക്കണം. നൺ ഓഫ് വെച്ച് പറയുമ്പോൾ അതിനുശേഷം വരേണ്ട സബ്ജക്ട് പ്ലൂറലായിരിക്കണം. മണി എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ നൺ ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ എന്താണ്? ഹാസ് ആണ് വരാം. നൺ ഓഫ് യൂസ് ചെയ്തുകൊണ്ട് മണി, നൺ ഓഫിന്റെ കൂടെ മണി വന്നു, അല്ലെ? മണി പ്ലൂറലാണ്. സോ നൺ ഓഫ് യൂസ് ചെയ്തുകൊണ്ട് ഈ മൊത്തം സബ്ജക്ട് എന്തായി? സിംഗുലർ ആയിട്ട് മാറി. അതുകൊണ്ട് നമ്മളിവിടെ ഹാസ് യൂസ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ, ക്ലിയർ ആണ്. അങ്ങനെയൊക്കെ പഠിക്കൂ കേട്ടോ. ഇനി വെൻ a lot of, most of, some of, the greater part of. ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട്. പതിനാല് റൂൾസ് ഇനിയുണ്ട്. 14 റൂൾസ് നിങ്ങൾ ക്ലാസ് എടുക്കും. ഓക്കെ, ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരാൾ വെച്ച് മതി, ഒരാൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ. 14 പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തേ, ക്ലാസ് എടുക്കാൻ റെഡി ആയവര്. പറഞ്ഞല്ലോ, എന്തോ 10ാമത്തെ പറഞ്ഞു ലാസ്റ്റ്. 10ാമത്തെ പറഞ്ഞു. ഇനി 11 ഉള്ളിൽ പറയണം. പറയൂ, 14 പേര് എവിടെ? ഫസ്റ്റ് തമന്ന, ഞാൻ വിളിക്കാം. നിങ്ങൾ വരില്ല, ഞാൻ തന്നെ വിളിക്കാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തമന്ന കേട്ടോ. തമന്ന പ്രിപ്പയർ അത് അടുത്ത ക്ലാസ്സിലാണോ അതോ ഇപ്പോഴാണോ? ഇല്ല, ഇന്നല്ല ക്ലാസ് എടുക്കുന്നത് കേട്ടോ, പേടിക്കണ്ട. അപ്പൊ കുഴപ്പമില്ല. അപ്പോ 11, റൂൾ നമ്പർ 11 തമന്ന. ഞാൻ പറയുന്ന ഓരോ റൂളും നിങ്ങൾ ഓർത്തേക്കണം. ഞാൻ മറന്നു പോകും, നിങ്ങൾ ഓർത്തേക്കണം. റൂൾ നമ്പർ 11 തമന്ന. ആൻഡ് റൂൾ നമ്പർ 12 ജ്യോതി. റൂൾ നമ്പർ 12 ജ്യോതി. ഓക്കെ മാം. തമന്ന ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കട്ടോ. ആർക്കൊക്കെ ഞാൻ ഏതൊക്കെ റൂൾ കൊടുക്കുന്നുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നോട്ട് ചെയ്ത് വെക്കുവോ? എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോ റൂൾ നമ്പർ 11 തമന്ന, റൂൾ നമ്പർ 12 ജ്യോതി,
And rule number 13, Aisha. Rule number 13, Aisha. Yes, ma'am. Okay. And rule number 14, Naufala. Rule number 14, Naufala. Rule number 15, Salina. Rule number 15, Salina. Rule number 16, Sumaya. Rule number 16, Sumaya. Rule number 17, Uma Sajeev. Rule number 17, Uma Sajeev. Rule number 18, Rashida. Rule number 18, Rashida. Then rule number 19, Eva Augustine. Rule number 19, Eva. Rule number 20, Farsana. Rule number 20, Farsana. Rule number 21, Arabi എന്നല്ലേ പേര്? അതെ മാം, ആരഭി. ഓക്കെ. ഏതായിരുന്നു റൂൾ നമ്പർ? ഏതായിരുന്നു ഞാൻ പറഞ്ഞ? 21 21. Okay, 21 Arabi. And roll number 22, Kamal Risa. Roll number 22, Kamal Risa. And roll number 23, Fatima Aslam. Ma'am. Okay, roll number, the last rule, Shanti. 24, Shanti. മാം സുമയ്യ രണ്ടുപേരുണ്ട്. ആരാ? ഈ സുമയ തന്നെയാണ് കേട്ടോ, സുമയ ജോസ്. സുമയ രണ്ടുപേരുണ്ടോ? പക്ഷെ പേര് കാണത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ സന്തോഷമായില്ലേ? എനിക്ക് ഭയങ്കര സ്ട്രെയിൻ വരുന്നേ. ഇത്രയും റൂൾസ് ഞാൻ ഇത് പറയണ്ടേ ക്ലാസ്സില്? നമുക്ക് കുഴപ്പമില്ല, സമാധാനമായി. എനിക്കും ആശ്വാസം, നിങ്ങൾക്ക് സമാധാനം. നന്നായിട്ട് ഈ റൂളൊക്കെ പഠിക്കാം. ഓക്കെ, ഞാൻ പഠിപ്പിക്കുമ്പോ ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് കേട്ടിരിക്കുകയാണ് അല്ലെ? എന്താ രസം കേൾക്കാനായിട്ട്. ഓക്കെ, സുഖിച്ചെങ്കിലും ഇരുന്ന് കേൾക്കാം. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാവും. എല്ലാ റൂളും നിങ്ങൾ പഠിക്കും. ഓക്കെ, പെട്ടെന്ന് ക്ലാസ് എടുക്കണോട്ടോ. അപ്പൊ ഇതിനു മുമ്പ് തന്നതൊക്കെ എപ്പോഴാണ് മാം ക്ലാസ് എടുക്കണ്ടേ? അത് കഴിയുമ്പോ തന്നെ അത് വരും. ഓക്കെ, പണി വരുന്നുണ്ട്, കുറെ പണി വരുന്നുണ്ട് അല്ലെ? അതൊക്കെ. അപ്പോ ഒരു റൂൾ ആയിരിക്കില്ല ക്ലാസ്സിൽ പോകുക. അറിയാതെ ഒരു 5 റൂളെങ്കിലും ക്ലാസ്സിൽ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ 5 പേര് റെഡി ആയിട്ടിരിക്കുക. ഇതെല്ലാവരെയും തമന്ന ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യൂ. അല്ലെങ്കിൽ തമന്ന ആരെങ്കിലും ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചോളൂ. നെക്സ്റ്റ് ക്ലാസ്സിലാണോ? എന്തോ അടുത്ത വ്യാഴാഴ്ചത്തെ ക്ലാസ്സിലല്ലേ? പറയാൻ പറ്റില്ല തമന്ന, ഞാൻ എപ്പോഴും കയറി വരും. അല്ല, ഞാൻ വരുന്ന അന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്നാണ് എനിക്ക് അറിയില്ല. പെട്ടെന്ന് ലീവ് വരാണെങ്കിൽ അറിയില്ല. തലേ ദിവസം പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇൻഫോം ചെയ്യാം. തമലിനെ ഞാൻ അറിയിക്കാം. ഓക്കെ മാം, ഇതിനു മുമ്പ് തന്നത് എപ്പോഴാണപ്പോ? ഈ കോൺഗ്രസ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമ്മള്. ഓക്കെ, തന്നിരുന്നു മാം ക്ലാസ് എടുക്കും. തന്നിട്ടുണ്ടായിരുന്നു, എനിക്കറിയാം. എല്ലാം നിങ്ങൾ ക്ലാസ് എടുത്താൽ മതി. ഓക്കെ, ടേം 1 ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി ടേം 2 നിങ്ങളുടെ കയ്യിലാണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്റർ കഴിഞ്ഞാല് കോൺഗ്രസ് എടുത്ത് കഴിഞ്ഞ പിന്നെ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ നമുക്ക് നേരെ എവിടെയാണ്? പ്രപ്പോസിഷൻ 10 ആയിരുന്നു ചാപ്റ്റർ. 11 ആണോ? 11 ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് 11. ഡയറക്റ്റ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് പോവാം. കോൺഗ്രസ് കഴിഞ്ഞപ്പോ നമ്മൾ പോകട്ടോ റിപ്പോർട്ട് സ്പീച്ചില്. സമയം ഉണ്ടല്ലോ.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ 5 റൂൾ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് റൂൾ കഴിയും. 3 ക്ലാസ്സോടൊന്നും കൂടി നമ്മുടെ കോൺകോഡ് പോർഷൻ തീരും. പെട്ടെന്ന് തീർത്ത് അത്രയും നല്ലത്. കാരണം നിങ്ങൾ പഠിക്കുകയാണല്ലോ. നിങ്ങൾ പഠിക്കുമ്പോ സിമ്പിൾ അല്ലേ, ക്ലാസ്സുകൾ വേഗം മുന്നോട്ട് പോയിക്കോളും. പഠിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഓരോരുത്തരും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 5 പേരാണ് അടുത്ത ക്ലാസ്സിൽ പറയുന്നെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് നേരത്തെ ഇവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ക്ലാസ് കഴിയും അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുക, റൂൾസ് ഒക്കെ പഠിക്കുക, പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. മിസ്സേ ഓരോരുത്തർക്ക് തന്ന പോയിന്റ് ആണ് ഓരോരുത്തർ പഠിക്കുള്ളൂ, ബാക്കിയുള്ളത് അപ്പൊ അവര് നോക്കില്ല. എന്തോ ഓരോരുത്തർക്ക് തന്ന പോയിന്റ് കൊടുക്കാൻ തന്നത് മാത്രം അത് ബാക്കിയുള്ളത് അങ്ങനെ വിടും പറയാ. ഇപ്പൊ ഞാൻ ഏത് റൂളാണോ തന്നത് ആ റൂള് പറഞ്ഞ നമുക്ക് ക്ലാസ്സിൽ അതന്നെ ഉദ്ദേശിച്ചേ. റൂൾ നമ്പർ 12 ആണെങ്കിൽ റൂൾ നമ്പർ 12നെ കുറിച്ച് ആരാണോ ഞാൻ ആർക്കാണോ തന്നത് അവരെ അത് സംസാരിക്കുക, ക്ലാസ് എടുക്കാം. അവരെ ബാക്കി സ്റ്റുഡൻസിനെ മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഞാൻ എങ്ങനെയാണ് റൂൾ നമ്പർ 12 പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം ഇതൊക്കെ ഞാൻ ഇരുന്ന് പറയുന്നുണ്ട്. സോ അതേപോലെ ആസ് എ ടീച്ചറായിട്ട് ക്ലാസ് എടുക്കാം. ടീച്ചറായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ടീച്ചറായിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്, സ്റ്റുഡന്റ് ആയിട്ടല്ല കേട്ടോ. എനിക്കും കൂടെ ക്ലാസ് എടുക്കും. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ടീച്ചറാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്ലാസ്സിൽ സംസാരിക്കാം. ആസ് എ ടീച്ചറായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, അതുകൊണ്ട് ഇവിടത്തെ പ്രാക്ടീസ് ചെയ്ത് പോകൂ. എല്ലാ ക്ലാസ്സിലും ഞാൻ നിങ്ങൾക്ക് മാത്രമേ ടോപ്പിക് തരാത്തുള്ളൂ കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ ഇതുപോലെ ടോപ്പിക്സ് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ലേറ്റ് ആയി, ഇനി ശരിയാവില്ല. ഈ ലേറ്റ് ആയത് ഇങ്ങനെ ശരിയാവില്ല. നമുക്ക് ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല, സംസാരം കൂടുതലായിരുന്നു. ഇതുകൊണ്ട് എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി പെട്ടെന്ന് ക്ലാസ് പൊക്കോളൂ കേട്ടോ. റെക്കോർഡ് സ്പീച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ പണിയൊന്നുമില്ല, ബാക്കിയൊക്കെ ഞാൻ എടുത്തോളാം. പിന്നെയുള്ളത് ഫ്രേസൽ വേർബ് ആണ്. ഫ്രേസൽ വേർബ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് ഫ്രേസൽ വേർബ് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാം 64 ഫ്രേസൽ വേർബ് ഒന്നും ഞാൻ ക്ലാസ്സിൽ പറയില്ല, അതിന്റെ ആവശ്യമില്ല. അത് ഞാൻ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ അതൊക്കെ തന്നെ കാണാൻ പഠിക്കാനല്ലേ മാം വഴിയുള്ളൂ. ഫ്രേസൽ വെർബ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, കാണാൻ തന്നെ പഠിക്കണമല്ലോ. ഇപ്പൊ എക്സാമിന് വരുന്നുണ്ടെങ്കിൽ കൂടി ഒന്നൊരു 2 or 3 ഫ്രേസൽ വെർബ് ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ഒരെണ്ണം വരാം. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് 6 7 എക്സാമിന് ഒരു ഫ്രേസൽ വെർബ് എന്ന് ചോദിച്ചിട്ടുള്ളൂ, ഒരെണ്ണേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരെണ്ണാണ് വരുന്നെങ്കിൽ ഞാൻ 4 ഫ്രേസൽ വെർബ് പറഞ്ഞു തരും. അത് 4 മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്ന് ഒരെണ്ണം ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ സിമ്പിൾ അല്ലേ? അങ്ങനെയാണ് ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അല്ലെങ്കിൽ എല്ലാവരും പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് അല്ലല്ലോ. സ്റ്റുഡൻസ് മാത്രമാണോ നിങ്ങള്? നമുക്കറിയാവുന്നല്ലേ അല്ലെ? ഹൗസ് വൈഫ് ആണ്, അല്ലാതെ കുറെ കാര്യങ്ങളുണ്ട് വീട്ടിൽ ചെയ്യാൻ. സോ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫ്രേസൽ വെർബ് അത്രയേ ഉള്ളൂ. ആ ചാപ്റ്റർ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അത് ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 5 പറഞ്ഞു തീരാവുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി പഠിക്കും. ബ്രേക്ക് അവേ എന്ന് പറയുന്ന മീനിങ് എന്നാ എസ്കേപ്പ് എന്നാണ്. അപ്പൊ ചോദിക്കുന്ന ഇങ്ങനെ ആയിരിക്കാം, ഐഡന്റിഫൈ ദ ഫ്രേസൽ വെർബ് വിച്ച് മീൻസ് എസ്കേപ്പ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫ്രേസൽ വെർബ് ആണ് എസ്കേപ്പ് എന്ന് മീനിങ് ഉള്ളത്? അപ്പൊ 4 ഓപ്ഷൻസ് തരും. അതിൽ ഏതാണോ ബ്രേക്ക് അവേ എന്നുണ്ടെങ്കിൽ ബ്രേക്ക് അവേ ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്ററിനെ കുറിച്ച് ടെൻഷൻ വേണ്ട, പെട്ടെന്ന് കഴിയും. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് വളരെ സിമ്പിൾ ആണ്, അത് നമുക്ക് എടുക്കാം. റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് പോവാം. സിമ്പിൾ ആണ്, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അതിന് വളരെ സിമ്പിൾ ആണ് ചാപ്റ്റർ. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിങ്, ഇതിന്ന് പറയുന്നത് സ്പെല്ലിങ് തെറ്റാക്കി തരും. വെജിറ്റബിൾ, ഗ്രാമർ, ഇതൊക്കെയാണ് കഴിഞ്ഞ എക്സാമിനൊക്കെ വന്നിരുന്നത്. വെജിറ്റബിൾ, ഗ്രാമർ, പിന്നെ എന്താണ് നോളജ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറെ സ്പെല്ലിംഗ് ആയിരിക്കാം. അറിയാവുന്ന വേർഡ്സ് ആണ്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കാം. പക്ഷെ സ്പെല്ലിംഗ് ചോദിക്കുമ്പോൾ ഒരു ഡൗട്ട് വരും. കാരണം പൊട്ടത്തെറ്റായിരിക്കാം, പിന്നെ 3 ഓപ്ഷനും ഉള്ളത് പൊട്ടത്തെറ്റായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതും ഞാൻ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ്. 4 വരാൻ ചാൻസ് ഉള്ള 4 സ്പെല്ലിംഗ് പറയും, 4 വേർഡ്സ് പറയും. അത് ഏതെങ്കിലും ഒരെണ്ണം വരും അല്ലെങ്കിൽ 2 വരും ഞാൻ പറയും ക്ലാസ്സിൽ. ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ ഈ ചാപ്റ്ററിനെ കുറിച്ച് ടെൻഷൻ വേണ്ട. പിന്നെ എന്താണ് റൈറ്റിംഗിലേക്ക് ഒന്നും പോകാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഇതുവരെ ഞാൻ റൈറ്റിംഗിലേക്ക് ഒന്നും പോയിട്ടില്ല, എടുത്തിട്ടില്ല ഈ ചാപ്റ്റേഴ്സ് ഒന്നും.
അങ്ങോട്ടൊന്നും എടുത്തിട്ടില്ല. 70 ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. റീക്രിയേഷൻ ആണ്, അത് പ്രത്യേകിച്ചൊന്നുമില്ല. ടങ് ട്വിസ്റ്റേഴ്സ് ആണ്. മിസ് അതൊക്കെ നമ്മൾ തന്നെ നോക്കണ്ടേ? നമ്മള് സ്കൂളിൽ പോകുമ്പോഴേക്കും റൈറ്റിംഗ് ഒക്കെ അത്യാവശ്യമല്ലേ? റൈറ്റിംഗ് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് എടുക്കാനുള്ള സമയം ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് തമ്മിൽ. കാരണം പൊതുവെ എല്ലാവരും ക്ലാസ്സിൽ പറയുന്നത് എക്സാമിന് വരില്ലല്ലോ മിസ് എന്നാ പറയുന്നത്. റൈറ്റിംഗിന്റെ പോർഷൻ എക്സാമിന് വരാറില്ല. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും കഴിയുമ്പോൾ തന്നെ റിവിഷൻ ചെയ്യാൻ പറയും. അങ്ങനെ റിവിഷനിലേക്കാണ് പോവാറ്. ഓക്കെ, അതുകൊണ്ട് അതുവരെ ഇത്രയും അങ്ങോട്ടൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. 70 തുടങ്ങി എടുത്തിട്ടേ ഇല്ല. 16 and 70 2 യൂണിറ്റ് ഞാൻ എടുക്കാറേയില്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാനുണ്ട്. ബാക്കി നിങ്ങൾ റിപ്പോർട്ട് സ്പീച്ച് നിങ്ങൾ എടുക്കുന്നു, ബാക്കിയെല്ലാം ഞാൻ എടുക്കുന്നു. അതോടുകൂടി നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞ് റിവിഷനിലേക്ക് പോകാം. അതോടുകൂടി ഇംഗ്ലീഷ് എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ചുള്ള ടെൻഷൻ നിങ്ങൾക്ക് കുറയും. ബാക്കി സബ്ജക്ട് പോലെയല്ലല്ലോ, ഇംഗ്ലീഷ് ഭയങ്കര ടെൻഷനാണ്. ഇന്നലെ ആയിരുന്നു 16ന്റെയും 17ന്റെയും എക്സാം. സിമ്പിൾ ആയിരുന്നു എന്നാണ് പറഞ്ഞത് പൊതുവെ. ഓക്കെ, ഞാൻ എല്ലാവരും പേടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. പിന്നെന്താണ്? പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ് എടുക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതൊക്കെ ഒരു ഐഡിയ ഉണ്ടല്ലോ. ഓക്കെ, പറയൂ. ലാസ്റ്റ് ക്ലാസ്സിൽ മാം 50 എല്ലാം എഴുത്തായിരുന്നല്ലേ? ഫുൾ റൂളും എടുത്തായിരുന്നോ? 10 വരെ പോയുള്ളൂ. ആണല്ലേ? ഞാൻ 10 പോയപ്പോഴേ എല്ലാവരുടെ കിളി പോയി. അതേപോലെ തന്നെയാണ് ഇന്നും. 10 വരെത്തിയപ്പോഴേക്കും എല്ലാവർക്കും ബോറടിക്കും പൊതുവെ. കാരണം അത്രയും പറഞ്ഞ് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കേൾക്കുമ്പോ. എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഈ 10 ഒരുമിച്ച് പറയുമ്പോ നിങ്ങളുടെ അവസ്ഥ എനിക്ക് അറിയാം. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ റൂള് പറയുകയാണെങ്കിൽ ആ റൂളെങ്കിലും നിങ്ങൾ പഠിക്കും, നന്നായിട്ട് പഠിക്കും. ഞാൻ പറയുന്ന പോലെ എഴുത്തില്ല. അത് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. എല്ലാവർക്കും ടെൻഷനാണ്. ടോപ്പിക് തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷനാണ്. അയ്യോ മിസ് ഞങ്ങൾക്കത് അറിയില്ല, അറിയാത്ത പോർഷൻ എങ്ങനെ ക്ലാസ് എടുക്കാന്ന് ചോദിക്കും. പക്ഷെ അത് കഴിഞ്ഞ് പറയും മിസ് ഞങ്ങളത് മറക്കില്ല മിസ്സേ, അത്രയും ഞങ്ങൾക്ക് ക്ലിയർ ആയി. മിസ് ക്ലാസ് എടുക്കുന്നതിന് നന്നായിട്ട് ഞങ്ങൾ പഠിച്ചപ്പോൾ ക്ലിയർ ആയെന്ന് പറഞ്ഞവരുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നന്നായിട്ട് ക്ലാസ് എടുക്കാം കേട്ടോ. ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, എല്ലാം ചെയ്യാം. കാരണം പിന്നീട് ഒരിക്കലും അതിനെക്കുറിച്ച് ഡൗട്ട് വരരുത്. ആ രീതിയിൽ വേണം ക്ലാസ് എടുക്കാനായിട്ട്. ഓക്കെ, തമിഴൊക്കെ പിന്നെ അറിയാം, നമ്മുടെ ടീച്ചർ ആയതുകൊണ്ട് എങ്ങനെ ക്ലാസ് എടുക്കണമെന്നൊക്കെ അറിയാം. ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ബാക്കി എല്ലാവരും നന്നായിട്ട് ക്ലാസ് എടുക്കാം, ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ടേം 1 നമ്മൾ അത്യാവശ്യം എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. കോൺവേർഡ് നോക്കുകയാണെങ്കിൽ ടേം 1 കഴിഞ്ഞു. 2 noun and pronoun ആയിരുന്നു, 3 verb ആയിരുന്നു, 4 tense, 5 article and concord, 6 adjective, 7 adverb, 8 noun. അങ്ങനെ ടേം 1 കംപ്ലീറ്റ് ആയി. പിന്നെ ടേം 2ലേക്ക് പോകുമ്പോൾ 9 കണ്ടീഷണൽ സെന്റൻസ് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. അതിന്റെ എക്സാമിൽ ഇതുവരെയും വന്നിട്ടില്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ സ്റ്റുഡൻസിനാണ് ആ ടോപ്പിക് ക്ലാസ് എടുക്കാൻ കൊടുക്കാറുണ്ട്. പിന്നെ 10 പ്രപ്പോസിഷൻ നമ്മൾ ഓൾറെഡി എടുത്താണ്. ഇനി അങ്ങോട്ട് അധികം ചാപ്റ്റേഴ്സ് ഒന്നും എടുക്കാനില്ല കേട്ടോ. ടൈം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ മാസം കൂടി ക്ലാസ് ഉള്ളൂ, പെട്ടെന്ന് തീർക്കണം. ഈ മാസം അടുത്ത മാസം വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. പെട്ടെന്ന് തീർക്കേണ്ടി വരും. ഓക്കെ, കോഴ്സ് കംപ്ലീറ്റ് ആവാറായി. നിങ്ങൾ എന്താണ് ഒന്നും അറിയുന്നില്ലേ? ദിവസങ്ങൾ പോകുന്നു. നെക്സ്റ്റ് മന്ത് ലാസ്റ്റ്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ മിസ്? ഇപ്പൊ ലാസ്റ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വേർബ്, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ടായിരുന്നല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതേപോലെ തന്നെ ആയിരിക്കോ ഇനി മെയിൻ എക്സാമിനും? അതേപോലെ ഹെഡിങ് തരുമോ? ഹെഡിങ് പ്രതീക്ഷിക്കാം. ഹെഡിങ് എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവില്ലേ? ഇല്ല, എന്റെ ഒരു പൊതുവെ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഡാഷ് ഐഡിയ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് 3 ഓപ്ഷൻ കൊടുക്കും. ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ആർട്ടിക്കിൾ എന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ ശരിക്കും ഹെഡിങ്ങിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പല പ്രാവശ്യം. കാരണം എല്ലാം ഇനിയിപ്പോ അങ്ങോട്ട് കഴിഞ്ഞ എല്ലാ എക്സാമിനും ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് അത് വേണ്ട എന്നൊരു ആശയമുണ്ട്. ബാക്കിയെല്ലാം പഠിക്കുമ്പോഴേ അത് തന്നെ നമുക്ക് അവിയലായിട്ടാ കിടക്കുന്നത്. അപ്പൊ ആകെ സമാധാനം ഇംഗ്ലീഷിൽ ഈ ഒരു ഹെഡിങ് വരുമ്പോഴൊരു സമാധാനമാണ് കാണുമ്പോ എക്സാം ഹാളില്.
ആ ഹെഡിങ് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ബാക്കി തന്നെ അറിയുന്നതും തെറ്റിപ്പോയി ടെൻഷൻ കാരണം. ഞങ്ങൾ എല്ലാവരുടെയും അവസ്ഥ അതാണ്. അപ്പൊ ഇംഗ്ലീഷ് ഈ ഒരു ഹെഡിങ് കാണുമ്പോൾ ഒരു സമാധാനം, ഇത് ആർട്ടിക്കിൾസ് എന്നാ. അപ്പൊ എന്തായാലും അതിന് പുറത്ത് പോവില്ല എന്നുള്ളൊരു ഉറപ്പ്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും മാം. അത് മാറ്റണ്ട. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം നമുക്ക്. പിന്നെ ഒരു കാര്യം, എക്സാമിന് തൊട്ട് മുൻപ് പിന്നെ നമ്മളിപ്പോ പോർഷൻസ് കഴിഞ്ഞാല്, പിന്നെ ഇപ്പൊ ഫോർട്ടിക്സ് എടുത്തു കഴിഞ്ഞാൽ എന്റെ പോർഷൻ കഴിഞ്ഞു, പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഈ ക്ലാസ് കയറേണ്ട ആവശ്യമില്ല. പിന്നെ മെയിൻ എക്സാമിന് വരുന്നുണ്ടെങ്കിൽ തന്നെ ഇംഗ്ലീഷ് ലാസ്റ്റ് ആയിരിക്കും വരാം. ഓക്കെ, ഇങ്ങനെയാണ് ഇതുവരെ ഇങ്ങനെ പോയത്. ലാസ്റ്റ് ഡേ ആണ് എക്സാം. അതിക്ക് മുൻപ് എനിക്ക് കയറാൻ ക്ലാസ്സിൽ നിന്നൊക്കെ വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ചാൻസ് വളരെ കുറവാണ്. കാരണം എനിക്കിവിടെ പറഞ്ഞ് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞ് വരാൻ നടക്കില്ല. കാരണം എല്ലാം ബാക്കിയെല്ലാം 5, 6, 7 ഒക്കെ പറഞ്ഞ് അവര് റിക്വസ്റ്റ് ചെയ്തു ഇംഗ്ലീഷ് ക്ലാസ് ഒന്ന് റിവിഷൻ വേണം എന്ന് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കയറാൻ പറ്റിയത് കേട്ടോ. സോ അങ്ങനെ ചെയ്യണം. അതിപ്പോഴും ഞാൻ പറയുകയാണേ, എന്നാൽ മാത്രമേ എനിക്ക് വന്നിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു തരാൻ പറ്റൂ. ഓക്കെ, മാർക്ക് ചെയ്തതിൽ ഞാൻ പറയില്ല. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ടൈമിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക. വേറൊരു ബാച്ചിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റിവിഷൻ ചെയ്യണ്ട, ഇംഗ്ലീഷ് പ്രത്യേകിച്ച്. ഓക്കെ, ഒരിക്കലും ചെയ്യരുത് കേട്ടോ, മണ്ടത്തിലാണ്. മൊത്തത്തിൽ കഴിയുന്നു പോകും. എല്ലാ ബാച്ചിനോട് എനിക്ക് പറയാനുള്ള കാര്യം, കഴിഞ്ഞ എക്സാമിന് വരെ അതെ, ഒരു 5ന്റെയും 4ന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കി. ആവശ്യമില്ല അതിന്റെ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. റിപ്പീറ്റ് മീൻസ് സെയിം ക്വസ്റ്റ്യൻ തന്നെ വരില്ല. ഓക്കെ, മോഡൽ തന്നെ മാറിപ്പോകും. ഇംഗ്ലീഷ് ആണ്, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എന്നിട്ട് ക്വസ്റ്റ്യൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ എക്സാമിന്റെ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ക്ലാസ്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ ആ ടൈമിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പഠിക്കും. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ പറയാൻ അവസരം കിട്ടിയെന്ന് വരില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. കാരണം കഴിഞ്ഞ എക്സാം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ടോപ്പിക്സ് ഒക്കെ കിട്ടി, എല്ലാവർക്കും സന്തോഷമായില്ലേ? പ്രിപ്പയർഡ് ആയിട്ടിരിക്കാട്ടോ. ഏത് നിമിഷവും ചിലപ്പോൾ ഞാൻ കയറി വരും. പറ്റിയാൽ ഞാൻ ഇൻഫോം ചെയ്യും. ഞാൻ നേരത്തെ അറിയുന്നതാണെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ അറിയില്ല പെട്ടെന്ന് കയറി വരാം. സോ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. 5 റൂളെങ്കിലും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞാലോ, ക്ലാസ്സിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് പൊക്കോളൂ കേട്ടോ. തമ്മിൽ അത് മാക്സിമം ചെയ്യാൻ നോക്കുക. ഇപ്പൊ ക്ലാസ്സില് ഇപ്പൊ 5 റൂള് പറയേണ്ട ആ 5 പേര് ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ അത് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ എല്ലാവരും എന്താണ് അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് ക്ലാസ് നല്ല മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പൊ 5 അല്ല അതിൽ കൂടുതൽ റൂൾസ് ക്ലാസ്സിൽ പറയാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, പെട്ടെന്ന് അത് തീർത്ത് പോകാം. മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ് എടുക്കാം. സ്പീഡിൽ പോകണമെന്നില്ല, പക്ഷെ മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റൂൾസ് പറയാം. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണെങ്കിൽ ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ലാഗ് വരരുത് കേട്ടോ. കാരണം ഞാൻ ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് തന്നു അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാം, മുന്നോട്ട് കൊണ്ടുപോകാം. ലാഗ് വരാൻ പാടില്ല. കാരണം ഇതുപോലെ ഒരു ബാച്ചിൽ അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. മിസ് അവരില്ല, മിസ് വന്നിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ശരിക്കും ക്ലാസ്സിൽ വന്നിട്ട് അല്ലെ, അതിനാണ് നമ്മൾ ലീഡർ അല്ലെങ്കിൽ ഗ്രൂപ്പില് ഒരു കോർഡിനേറ്റർ നമ്മൾ വെക്കുന്നത്. അതിന് വേണ്ടിയാണ് അവർ അത് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഓക്കെ അല്ലേ? എല്ലാം മനസ്സിലായല്ലോ? യെസ്. അയ്യോ, ഒന്ന് നേരത്തെ കഴിഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ? ചുമ്മാ വർത്താനം പറയൂ, ടൈം ഉണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യമായിട്ടാണ് എല്ലാവരും സമയം കിട്ടുന്നത് ഇംഗ്ലീഷില്. ടെൻസ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ടെൻസ് പഠിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അത് മറക്കരുത്. റിപ്പോർട്ട് സ്പീച്ച് ആണെങ്കിലും ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിലും ആക്റ്റീവ് വോയിസ് നിങ്ങൾക്ക് അറിയാം, പറഞ്ഞതാണ്. ഇതിനൊക്കെ എന്താണ് ടെൻസ് ആണ് വേണ്ടത്. അതുകൊണ്ട് ടെൻസ് മറക്കാൻ പാടില്ല. ടെൻസിനെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം. കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. കാരണം ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ ടെൻസ് ആണ്. അതറിയാതെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചത് അറിയില്ല. ടെൻസ് ഒന്ന് പറയോ മാം? അതൊന്നും എടുക്കുമ്പോ ഞാൻ ക്ലാസ്സിൽ ഉണ്ടായില്ല. വെറുതെ ഒന്ന് ഓടിച്ചിട്ട് പറയാം. എനിക്ക് ഒന്നും അറിഞ്ഞില്ല. ഇപ്പൊ മിസ് പിന്നെയും ഇത് പറയുമ്പോ എനിക്കൊരു പേടി. അയ്യോ, ഓടിച്ചിട്ട് പറയാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല അത്. എങ്ങനെയാ ഓടിച്ചിട്ട് പറയാം? ടെൻസിൽ ഏതാണ് ഡൗട്ട് അത് പറയും. എല്ലാം ഡൗട്ട് ആണെന്ന് പറയരുത്. മിസ് എനിക്ക് ഒന്നും അറിഞ്ഞില്ല.
നല്ല സ്റ്റുഡന്റ്. എനിക്ക് പരീക്ഷയ്ക്ക് എളുപ്പമാണ് ഒരു രീതിയിൽ മിസ് പറഞ്ഞതാണ്, വേറെ ഒന്നും കുഴപ്പമില്ല എനിക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ തരട്ടെ എന്നാല് മെയിൻ എക്സാമിന്റെ സിമ്പിൾ ആയിരിക്കും അല്ലെ? അതാണ് നല്ലത്, എനിക്ക് തോന്നുന്നുണ്ട്. പഠിക്കേണ്ടത് സിമ്പിൾ. അത് വേണ്ട മിസ്, അന്നേരം നമ്മളെ ഭയങ്കര മടിച്ചുകളാക്കി കളയും. അതെ അതെ, ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു കൺസിഡറേഷൻ വരുന്നത് കേട്ടോ. അത് നിങ്ങള് കുറച്ച് എന്താണ് മദർ ആണ്, ഹൗസ് വൈഫ് ആണ്, അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ തരുന്നത്. വേറെ ആരും ഇങ്ങനെ കൊടുക്കുന്നില്ല. അതങ്ങനെ പൊതുവെ അങ്ങനൊരു സംസാരം ഉണ്ട്, ഇംഗ്ലീഷ് മിസ് ആണ് കുറച്ചുകൂടെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. ഞാൻ മാറ്റണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേണ്ട മിസ്, നോക്കാം. ഞാനിങ്ങനെ പറയുന്നത് ഞാനൊരു വലിയ സത്യം പറയാം. ഞാൻ SSLC തോറ്റിട്ട് ഞാൻ 2011 തുല്യത എഴുതി ജയിച്ച ആളാ. അതാണ് എന്റെ പ്രശ്നം. ഇങ്ങനെയൊന്നും പറയരുത്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷ് എനിക്ക് കൊട്ടക്കണക്കിന് മാർക്കായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പഠിപ്പിക്കാൻ വന്നത് അല്ലെ? അതൊക്കെ പുറത്ത് പറയാൻ കൊള്ളില്ല, അതുകൊണ്ടാ പറയാത്തെ. മനസ്സിലായോ? ആരും അത്രേ പണ്ട് നന്നായിട്ട് പഠിച്ചു വരുന്നതായിരിക്കില്ലെന്നേ. ഇംഗ്ലീഷ് ഏറ്റവും പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക്. ഭയങ്കര പേടിയായിരുന്നു. ഒരു 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ മാർക്ക് ഭയങ്കര കുറവായിരുന്നു. ഞാനാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ ആയിരിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. പഠിക്കാൻ പറ്റും നമുക്ക്, അത് മാർക്കില്ല. അന്ന് പോട്ടെ, നമ്മള് അന്മാർത്ഥമായിട്ട് പഠിക്കുന്നല്ലോ. അതുകൊണ്ടാണ്. പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വേണമെങ്കിൽ കുറ്റം പറയാം, നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ എന്തും പറയാലോ. അതുകൊണ്ട് ഇനിയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ടീച്ചർ നല്ലതല്ലേ? അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, നന്നായിട്ട് പഠിക്കൂട്ടോ. ടെൻസ് പറയാം ഞാൻ, പക്ഷെ ഡൗട്ട് ഏതാണെന്ന് എന്നോട് പറയണം. എന്താണ് അറബി ആലോചിക്കുന്നത്? ഇമോജി മാറിപ്പോയെന്ന് പറയുന്നത് അടുത്തത് ആണോ? സ്മൈലി ഇട്ടിട്ടിട്ടിട്ട് ഇടയ്ക്ക് മാറിപ്പോയത്. മനസ്സിലായി. ഓക്കെ, അപ്പൊ ടെൻസ് ആരെങ്കിലും ഷംലയ്ക്ക് ആ ടെൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ എന്ത് ഫ്രണ്ട്സ് ആണ്? ഇങ്ങനെയാണോ? ഒരാൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇത് പറഞ്ഞിരുന്നോ ഷംല? ഇല്ല മിസ്, അവരുടെ കുഴപ്പമല്ല. ഞാൻ ഗ്രൂപ്പിലും ഈ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കേൾക്കും എന്നല്ലാതെ ആക്റ്റീവ് അല്ല. പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ്, അങ്ങനെ പറയൂ. ഇതാണ് സത്യം. അല്ല മിസ്സേ, പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ഇത് ഇംഗ്ലീഷ് ഒന്ന് വായിച്ച എന്താണ് അതിന്റെ മീനിങ്, എന്താണ് അത് സംഭവം എന്ന് അറിയാത്ത കാരണം അതിലേക്ക് പോണില്ല, അത്രേ ഉള്ളൂ. ആണോ? അതൊക്കെ അറിയും. ഇവരോട് ചോദിക്കൂ, ഇവരൊക്കെ എല്ലാം പഠിച്ചു ഇപ്പോ. അങ്ങനെ ഒന്നും അറിയാത്ത എത്രയോ പേര് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് ഓർമ്മയുണ്ടോ? മിസ്സേ ടെൻഷനാണ്, മിസ്സേ പേടിയാണ്, ഇംഗ്ലീഷ് അറിയില്ല, ബിഗിനേഴ്സ് ആണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബിഗിനേഴ്സ് ആണ്, ഞങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞവരാണ്. ഇപ്പൊ ഞാൻ ചോദിക്കാണ്, നിങ്ങൾ എന്ത് എന്നോട് പറയും? ഒന്നും അറിയാത്തവര് ഇപ്പൊ എന്തൊക്കെയോ അറിയും, ഇംഗ്ലീഷ് ഇഷ്ടമായി തുടങ്ങി. ആണോ? അങ്ങനെയാണോ? അത് ശരിയാ മാം, ഇംഗ്ലീഷ് ഇഷ്ടത്തോടെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അതേപോലെ ഷംലയിലേക്ക് ഒന്ന് പഠിപ്പിക്കൂട്ടോ. എത്ര പേർക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പ്ലേസ്ഡ് ആയി സ്കൂളില്? ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സ്കൂളിലൊക്കെ എത്ര പേര് കയറിയിട്ടുണ്ട്? എല്ലാരും പ്ലേസ്ഡ് ആയില്ലേ? ഒരുപാട് പേര് പ്ലേസ്ഡ് ആയി. ഉറപ്പായിട്ടും അത് സ്മാർട്ട് സ്ത്രീ പകർന്നു തന്ന കോൺഫിഡൻസ് ആണ്, നിങ്ങൾ പോലെയുള്ള നല്ല ടീച്ചേഴ്സ്. സത്യം. എത്ര പേര് ജോയിൻ ആയി? നമ്മുടെ രസ്നയുണ്ട്, അർച്ചനയുണ്ട്, രേഷ്മ ചേച്ചിയുണ്ട്, പിന്നെ ആരൊക്കെയുണ്ട്, രമ്യയുണ്ട്, കുറെ പേരുണ്ട്. നമുക്കൊന്നും പിന്നെ കേറാൻ ഇപ്പൊ ടൈം ഇല്ലാത്തോണ്ടാ. ഗ്രൂപ്പിൽ ഡിസ്കഷന്റെ കാര്യമൊക്കെ നമ്മൾ ആലോചിച്ചതായിരുന്നു എല്ലാരും, പക്ഷെ ടൈം കിട്ടുന്നില്ല മിസ്സേ. ലെസൺ പ്ലാനും അതും ഇതും ഒന്നും ഒട്ടും സമയം കിട്ടണില്ല. ഒരുപാട് ആക്ടിവിറ്റീസ് പെൻഡിങ് ആണ്, റെക്കോർഡ് പെൻഡിങ് ആണ്. ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. പിന്നെ വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സമയം ഉണ്ടാവില്ല കേട്ടോ. മാക്സിമം ചെയ്യാൻ നോക്കാം. പിന്നെ രസ്നയായിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ട്, രസ്ന സംസാരിക്കാറുണ്ട്. കോഴ്സ് കഴിഞ്ഞൊക്കെ മുന്നായിട്ട് എല്ലാവരും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു ഫെയർവെൽ ഒക്കെ പോലെ നമുക്ക് നടത്താം. ഓക്കെ, അതൊക്കെ പ്ലാൻ ചെയ്യാം. അറിയില്ല എങ്ങനെയൊക്കെയാണ് വരാന്ന്. ഓക്കെ, എന്തായാലും ഇംഗ്ലീഷ് പോർഷൻ ഞാൻ വേഗം തീർക്കും, മാക്സിമം പെട്ടെന്ന് തീർക്കാൻ നോക്കും. ഓക്കെ, പിന്നെ ശരിയാണ്, ഇപ്പൊ കോൺഫിഡൻസ് ഒട്ടുമില്ലാത്തവര് പോലും ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേരുള്ളവരുണ്ടായിരുന്നു.
അതൊക്കെ മാറിയത് മേ ബി ചിലപ്പോൾ ഞങ്ങളുടെ ഒരു വാക്കായിരിക്കാം, അറിയില്ല. കാരണം അങ്ങനെയാണല്ലോ പൊതുവെ. ഇപ്പോ നമ്മളോട് ഒരാൾ പറയുന്നുണ്ട്, ഇപ്പൊ എന്നോടാണെങ്കിൽ പോലും ഒരാൾ മോട്ടിവേറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ പുഷ് ചെയ്യുന്ന പോലെയാണ്. സോ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് സന്തോഷം മാത്രം ഞങ്ങൾക്ക്. ഓക്കെ, സോ നമുക്ക് സൈൻ ഔട്ട് ഒന്നും ഇല്ലല്ലോ, സൈൻ ഔട്ടും ഇല്ല, ഇത് അവസാനിപ്പിച്ചു. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് കാണാട്ടോ. എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വരാം, ക്ലാസ് മുന്നോട്ട് പോവാട്ടോ. ഓക്കെ, Okay, thank you. താങ്ക് യു. Thank you, ma'am. ഓക്കെ, ബൈ. Bye, ma'am. Thank you. Bye.